സ്റ്റാഫ് മീറ്റിംഗാണ്. ഇവിടെ എം ഇ ഇരിക്കുന്നുണ്ട്, ഞങ്ങളുടെ ചാർജെല്ലാം എം ഇ ഇരിക്കുന്നുണ്ട്. അതേപോലെ ഇവരെ കൃത്യമായി മോണിറ്റർ ചെയ്തുകൊണ്ട് പ്ലാനിംഗ് ഓഫീസ് വളരെ നൂലാമാല പിടിച്ചാണ് ഐക്യമുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കമ്പ്യൂട്ടറൈസ് ചെയ്ത ഇത് നമുക്കറിയാം. വളരെയാണ് മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ വെച്ചുകൊണ്ട് പ്രോജക്റ്റ് റിജക്ട് ചെയ്യും. അവിടെ ഇടപെട്ടുകൊണ്ട് ഈ വർഷത്തെ പ്രോജക്റ്റ് കൂടി നാളെ ഞങ്ങളുടെ അംഗീകരിക്കാൻ പോവുകയാണ്. അങ്ങനെ വളരെ സമയബന്ധിതമായി മുൻകൂട്ടി നിശ്ചയിച്ച് ഒരു പ്ലാനിൽ നിന്ന് ഇംപ്ലിമെൻ്റ് ചെയ്യുമ്പോൾ എന്തൊക്കെ തടസ്സങ്ങൾ വരാം അതിനെ മറികടന്നുകൊണ്ട് ഇത് പോകാൻ കഴിയും. അങ്ങനെയാണ് 100%. SCPയിലൊക്കെ തന്നെ വളരെ കൃത്യമായിക്കൊണ്ട് മാർച്ച് മാസം തുടങ്ങുമ്പോഴേക്കും പൂർണ്ണമായി വിനിയോഗിക്കുകയാണ്. അതുതന്നെയാണ് ഒരു വികേന്ദ്രീക ആസൂത്രണത്തിൻ്റെ ലക്ഷ്യം. നഗരസഭയ്ക്ക് 40% ഫണ്ട് നീക്കിവെക്കുമ്പോൾ തന്നെ അത് കൃത്യമായി പാവപ്പെട്ടവരുടെ അർഹതപ്പെട്ടവരുടെ കൈകളിലെത്തിക്കാൻ നഗരസഭ വിഘ്നം നിന്നാൽ അതിൻ്റെ ഒരു തിരിച്ചടി സമൂഹം അത് മറക്കില്ല. ആ കാഴ്ചപ്പാടോട് കൂടിയിട്ടാണ് കഴിഞ്ഞ 3-4 വർഷമായി ഇത് നടത്തുന്നത്. അടുത്ത കൗൺസിലിനെ എല്ലാ തരത്തിലേക്കും പദ്ധതി ഇംപ്ലിമെൻ്റ് ചെയ്യാൻ തരത്തിലാണ് ഇപ്പോഴത്തെ പദ്ധതിയുടെ ആവിഷ്കരണം കൂടി നടന്നത്. പിന്നെ ഒരു കാര്യം, ഈ പലതരം പ്രോജക്റ്റുകളും സ്കീമുകളും ഇപ്പോൾ ഉണ്ടാക്കുന്നുണ്ടല്ലോ, അപ്പോൾ അതിനുള്ള സാങ്കേതിക ശേഷി എത്രത്തോളം നഗരസഭയ്ക്കുണ്ട്? അതുപോലെ ഈ ടെൻഡർ ചെയ്യാനും കോൺട്രാക്ട്സ് മാനേജ് ചെയ്യാനായിട്ട് എന്തൊക്കെ ഇനി ചെയ്യാനിരിക്കുന്നു? ഇപ്പോൾ ഈ പ്രൊക്യൂർമെൻ്റ് അങ്ങനത്തത് വല്ലതും നോക്കുന്നുണ്ടോ? നമ്മൾ ഇപ്പോൾ നഗരസഭ ഇപ്പോൾ വലിയൊരു ഉത്തരവാദിത്വമാണ് ഏറ്റെടുക്കാൻ പോകുന്നത്. അത് ഞാൻ പറഞ്ഞു, ദ്രവമാലിന്യ സംസ്കരണമാണ്. അപ്പോൾ ഇതിനോട് ബന്ധപ്പെട്ട വലിയ ടെക്നിക്കൽ ആയിട്ടുള്ള ഒരു സംവിധാനം നഗരസഭയ്ക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ റിട്ടയർഡ് ആയിട്ടുള്ള എഞ്ചിനീയേഴ്സിനെ നമ്മൾ ആദ്യം വിളിച്ചു ചേർത്തിരുന്നു. അതുപോലുള്ള നഗരസഭയ്ക്ക് അകത്തുള്ള ഇതുപോലുള്ള ടെക്നിക്കലായിട്ടുള്ള ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ടും അതേപോലെ മറ്റ് സാങ്കേതിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുമാണ് നടത്തേണ്ടത്. ഇത് തെർമാക്സ് എന്ന് പറയുന്ന ലോകത്തിലെ തന്നെ ഏറ്റവും നല്ല ഒരു ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്തത്. കാരണം ഇത് ഫ്ലോപ്പായി കഴിഞ്ഞാൽ പിന്നെ നഗരസഭയ്ക്ക് വലിയ ബാധ്യതയാവും. അതുകൊണ്ട് തന്നെ ഇത് നല്ല ഒരു ഏജൻസി തെർമാക്സ് ആണ് ഇതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ നടത്താൻ പോകുന്നത്. അതിനുള്ള കൺസൾട്ടൻസിയാണ് നമ്മൾ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ഉറപ്പ് കിട്ടിയതിന് ശേഷമാണ് ഇത് നമ്മൾ തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ വരുന്നില്ല. അപ്പോൾ പിന്നെ അവിടെ നഗരാസൂത്രണം ഇവിടെ നടത്തുന്നുണ്ട്. അതിൻ്റെ എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ഹൈവേ വരെ നിർമ്മാണം ഏകദേശം പൂർത്തീകരിച്ച് വരികയാണ്. ഒരു ബൈപ്പാസിന് 5 കോടി രൂപ നീക്കി വെച്ചുകൊണ്ട് സംസ്ഥാന സർക്കാരിൻ്റെ പ്രവൃത്തിയെല്ലാം ആരംഭിച്ചു. അത് കഴിഞ്ഞാലാണ് നമുക്കൊരു വലിയൊരു മാസ്റ്റർ പ്ലാൻ ഇപ്പോൾ തയ്യാറായത് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ കഴിയുള്ളൂ. മാർക്സ് അറിയാനുള്ള സമയമായിരിക്കുന്നു. RVG മാഷ് 15-ൽ 13, 15-ൽ 12, 10-ൽ 8.5, 10-ൽ 8.5, 10-ൽ 8.5. ഒറ്റപ്പാലം നഗരസഭയ്ക്ക് 60-ൽ 50 മാർക്സാണ് ലഭിച്ചിരിക്കുന്നത്. ഇവരുടെ പ്രവർത്തനങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇവർക്ക് തീർച്ചയായും SMS അയക്കുക. SMS അയക്കേണ്ട ഫോർമാറ്റ് GKE സ്പേസ് OTPM സ്പേസ് 10-ൽ നിങ്ങൾ നൽകുന്ന മാർക്സ് 537252 എന്ന നമ്പറിലേക്ക് അയക്കുക. കാഞ്ഞങ്ങാട് നഗരത്തിലേക്ക് പോകുന്നതിന് മുൻപായി ഒരു ചെറിയ ഇടവേള. മഴക്കാലം ഇങ്ങെത്തി, ഒപ്പം മഹാരോഗങ്ങളും. ഇതിന് പരിഹാരമാർഗം ഒന്നേ ഉള്ളൂ. ഓരോരുത്തരും അവരവരുടെ വീടുകൾ ശുദ്ധമായി സൂക്ഷിക്കുക. കൊതുക്, ഈച്ച തുടങ്ങിയ രോഗവാഹകരായ ജീവികൾ പെരുകുന്ന സാഹചര്യം ഒഴിവാക്കുക. മാലിന്യങ്ങൾ നീക്കം ചെയ്യാൻ ആരോഗ്യ പ്രവർത്തകരുമായി സഹകരിക്കുക. അത് മഹത്തായ പൗരധർമ്മമാണ്. വീടും പരിസരവും വൃത്തിയാക്കാം, പകർച്ചവ്യാധികൾ ഒഴിവാക്കാം. മാലിന്യമുക്തമായ ഒരു കേരളം ലക്ഷ്യമെങ്കിൽ വ്യക്തി ശുചിത്വം പോലെ സാമൂഹിക ശുചിത്വവും പാലിക്കണം. മാലിന്യമുക്ത കേരളത്തിനായി നമുക്ക് ഒരുമിച്ച് പ്രയത്നിക്കാം. എന്റെ കേരളം മാലിന്യമുക്തം. തെയ്യക്കോലങ്ങൾ കാവൽ നിൽക്കുന്ന നഗരമാണ് കാഞ്ഞങ്ങാട്. കതിവന്നൂർ വീരനും കരിഞ്ചാമുണ്ടിയും തീച്ചാമുണ്ടിയും ഗുളികനുമെല്ലാം രാവെന്നോ പകലെന്നോ ഇല്ലാതെ ഈ നഗരത്തെ കാത്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് സ്വാഗതം ചെയ്യാം പെരുങ്കളിയാട്ടങ്ങളുടെ നാടായ കാഞ്ഞങ്ങാട് നഗരത്തെ ഈ വേദിയിലേക്ക്. കാഞ്ഞങ്ങാട് നഗരത്തിൽ നിന്നും ഇന്നിവിടെ ഗ്രീൻ കേരള എക്സ്പ്രസിൽ പങ്കെടുക്കാനായി എത്തിയിരിക്കുന്നവർ ചെയർമാൻ അഡ്വക്കേറ്റ് NA ഖാലിദ്, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ P. അശോകൻ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ M. കുഞ്ഞികൃഷ്ണൻ,
ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ പള്ളിക്കൈ രാധാകൃഷ്ണൻ, കൂടാതെ കൗൺസിലർ ശ്രീമതി TV ശൈലജ. കാഞ്ഞങ്ങാടിനെ പ്രേക്ഷകർക്കൊന്ന് പരിചയപ്പെടുത്തി കൊടുക്കൂ. കാഞ്ഞങ്ങാട് നഗരമെന്ന് പറഞ്ഞാൽ കോട്ടകളുടെയും കൊത്തളങ്ങളുടെയും നാടാണ്. അതുപോലെ തന്നെ സ്വാതന്ത്ര്യസമര സേനാനി AC കണ്ണൻ നായർ, പ്രശസ്ത കവി മഹാകവി P തുടങ്ങിയവർക്ക് ജന്മം നൽകിയ നാടാണ് കാഞ്ഞങ്ങാട്. ഉപ്പു സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത ജീവിച്ചിരിക്കുന്ന ഏക സ്വാതന്ത്ര്യസമര സേനാനിക്ക് മാധവേട്ടൻ കാഞ്ഞങ്ങാട്ടുകാരനാണ്. ലോക പ്രശസ്ത ശില്പി കാനായി കുഞ്ഞിരാമൻ്റെ നാട് കാഞ്ഞങ്ങാടാണ്. എന്തൊക്കെ പദ്ധതികളുമായാണ് ഇന്നിവിടെ എത്തിയിരിക്കുന്നത്? കാഞ്ഞങ്ങാട് നഗരസഭയിലെ കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ പൂർണ്ണമായും കേരളത്തിലെ മറ്റ് നഗരസഭകൾ വാങ്ങിക്കാത്ത രീതിയിൽ ലഭിക്കുകയും അത് ഉപയോഗപ്പെടുത്തുകയും കാഞ്ഞങ്ങാട് നഗരസഭ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുടുംബശ്രീയുടെ പ്രവർത്തനം വളരെ നല്ല നിലയിൽ മാതൃകാപരമായ രീതിയിൽ അത് പ്രാവർത്തികമാക്കാൻ കാഞ്ഞങ്ങാട് നഗരസഭയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ കൃഷി, വിദ്യാഭ്യാസ മേഖലകളിൽ ഒരുപാട് നേട്ടങ്ങൾ, സുസ്ഥിര വികസനത്തിന് വേണ്ടി ഒരുപാട് പദ്ധതികൾ കാഞ്ഞങ്ങാട് നഗരസഭ ആവിഷ്കരിച്ചിട്ടുണ്ട്. ഈ പദ്ധതികളെക്കുറിച്ചൊക്കെ കൂടുതലറിയാം വികസന ദൃശ്യങ്ങളിലേക്ക്. വികസന പ്രവർത്തനങ്ങളുമായി മുന്നേറുമ്പോഴും നഗരത്തിന്റെ ഭാഗമായ പുഞ്ചാരി, അത്തിക്കോത്ത്, ഭൂദാനം എന്നീ കോളനി നിവാസികളുടെ ജീവിത നിലവാരം ഉയർത്താൻ വേണ്ട സൗകര്യങ്ങളൊരുക്കാൻ കാഞ്ഞങ്ങാട് നഗരസഭയ്ക്ക് കഴിഞ്ഞു. ഞാനിപ്പോൾ നിൽക്കുന്നത് പുഞ്ചാവി ഫിഷർമെൻസ് കോളനിയിലാണ്. വീടില്ലാത്ത ദരിദ്രരായ ചേരിയിൽ താമസിച്ചിരുന്ന കുടുംബങ്ങൾക്ക് 35 വീടുകൾ സംയോജിത ഭവന ചേരി നിർമ്മാണ പദ്ധതിയുടെ ഭാഗമായി മുനിസിപ്പാലിറ്റി 35 വീടുകൾ ഈ കോളനിയിൽ നിർമ്മിച്ചിട്ടുണ്ട്. അതുപോലെ 18 വീടുകൾക്ക് മെയിൻ്റനൻസ് വർക്ക് നടക്കുന്നുണ്ട്. ഇതുപോലെ മറ്റ് 2 കോളനികൾ അത്തിക്കോത്ത്, പൂതാനം തുടങ്ങി മറ്റ് 2 കോളനികൾ കൂടിയുണ്ട്. അവിടെ ആകെ 167 വീടുകളാണ് ഈ പദ്ധതി പ്രകാരം നിർമ്മിച്ചു നൽകിയിരിക്കുന്നത്. ഈ കോളനിയിലെ മത്സ്യത്തൊഴിലാളികളാണ് ഇവരെല്ലാവരും. ഇപ്പൊ എന്തൊക്കെ മാറ്റങ്ങളാണ് ഇവിടെ വന്നിട്ടുള്ളതെന്ന് അവരോട് തന്നെ ചോദിക്കാം. എന്തായിരുന്നു പണ്ടത്തെ ഇവിടുത്തെ ഒരു അവസ്ഥ? ഈ വീട് വരുന്നതിന് മുമ്പുള്ള ഒരു അവസ്ഥ എങ്ങനെയായിരുന്നു? ഈ വീട് വരുന്നതിന് മുമ്പേ പഴയ ഒരു കെട്ടിടമായിരുന്നു. ഓട് വെച്ച് ചോർന്നൊലിക്കുന്ന ഒരു കെട്ടിടമായിരുന്നു. അത് ഒരു വീട്ടിൽ തന്നെ 2 കുടുംബമാണ് താമസിച്ചിരുന്നത്. അതിപ്പോൾ ഈ വീട് കിട്ടിപ്പിന്നെ സൗകര്യപ്രദമായ ഒരു ഇതായി, വലിയ വീടായി. കിടക്കാനും മക്കൾക്ക്. ഈ വെള്ളത്തിന്റെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ? വെള്ളത്തിന്റെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇപ്പം വെള്ളമെല്ലാമായി. എങ്ങനെ ഇപ്പൊ സന്തോഷം തന്നെയാണോ ഇപ്പൊ പുതിയ വീടൊക്കെ കിട്ടിയേ? കുടിവെള്ളത്തിനായി പൈപ്പുകൾ, തെരുവ് വിളക്ക്, ഫുട്പാത്ത്, പൊതുകക്കൂസ് എന്നിവയെല്ലാം ഇവിടെ നിർമ്മിച്ചിട്ടുണ്ട്. പുഞ്ചാരി ഫിഷർമെൻ കോളനിയിലെ ശ്മശാന നവീകരണ പ്രവർത്തനങ്ങളും സാംസ്കാരിക നിലയം, അംഗൻവാടി എന്നിവയുടെയും പണി പൂർത്തീകരിച്ചു വരുന്നു. നഗരസഭയിലെ 40 വാർഡുകളിലായി 352 അയൽക്കൂട്ടങ്ങളാണ് സജീവമായി പ്രവർത്തിക്കുന്നത്. പൊതുതരിശു ഭൂമിയും സ്വകാര്യ ഭൂമിയും ഉപയോഗിച്ച് വാഴ, നെല്ല്, പച്ചക്കറി തുടങ്ങിയ സംഘകൃഷികൾ നടത്തുന്നു. ഇതിനു പുറമെ വ്യക്തിഗത ഗ്രൂപ്പ് സംരംഭങ്ങളും നല്ല രീതിയിൽ നടത്തിവരുന്നു. കാഞ്ഞങ്ങാടിനെ കിഴക്കൻ പ്രദേശങ്ങളുമായി ബന്ധിപ്പിക്കാൻ നഗരസഭ നിർമ്മിച്ചതാണ് ഭൂതത്താൻ കല്ല് തൂക്കുപാലം. പൊക്കണായിപ്പുഴയ്ക്ക് കുറുകെയുള്ള ഭൂതത്താൻ കല്ല് തൂക്കുപാലമാണിത്. മുനിസിപ്പാലിറ്റി നിർമ്മിച്ച പാലമാണിത്. 23-ാം വാർഡിലെ പൊക്കണായി കടവിനെയും 24-ാം വാർഡിലെ പനങ്ങാടിനെയുമാണ് ഈ തൂക്കുപാലം ബന്ധിപ്പിക്കുന്നത്. ദിനംപ്രതി 15 ടണ്ണിലധികം ഖരമാലിന്യങ്ങളാണ് ഈ നഗരത്തിൽ സൃഷ്ടിക്കപ്പെടുന്നത്. എങ്ങനെയാണ് ഇത് വേസ്റ്റ് മാനേജ്മെന്റിന്റെ ഇതിന്റെ ഓരോ ഘട്ടങ്ങൾ എങ്ങനെയാണ്, പ്രവർത്തനങ്ങൾ എങ്ങനെയാണ്? രാവിലെ 6 മണിക്ക് നമ്മളുടെ ജോലിക്കാർ വരും. കാരണം തൂത്തുവാരുന്നവർ 2 സ്ത്രീകളും 1 പുരുഷനാണ് ഒരു ലൈനിൽ ഉണ്ടാകുക. അങ്ങനെ 3 സെക്ഷനായിട്ടാണ് ഈ ടൗണിൽ ഉണ്ടാകുക. 9 പേര്. അവർ രാവിലെ 6 മണിക്ക് വർക്ക് തുടങ്ങിയിട്ട് അവർ തൂത്ത് കൂട്ടുന്നത് 1 പുരുഷൻ വാരിയിട്ട് കൈവണ്ടിയിൽ കൊണ്ടുവന്നിട്ട് കടക്കാർ വേസ്റ്റ് തൂത്തിട്ട് കടയുടെ മുമ്പിലിടും. അത് വീണ്ടും നമ്മൾ ആൾക്കാർ വന്നിട്ട് ഒരുമിച്ച് കൂട്ടിയിട്ട് കൊണ്ടുവന്നിട്ട് ഇവിടെ ഇടും. 5 സ്ഥലത്താർ കൊണ്ടിടും. ഞങ്ങൾ 20 സ്ഥിരം തൊഴിലാളികളുണ്ട്. അതിൽ 4 കൈവണ്ടി കൊണ്ടൊരു വാരി കൊണ്ട് ഇവിടെ കൊണ്ട് തള്ളുകയാണ്. അത് ലോറിയിൽ കയറ്റി കൊടുക്കുന്ന തൊഴിലാളികൾ 6 പേര്, 6-7 പേരുടെ ഞങ്ങൾ. അങ്ങനെ 5 സ്ഥലത്തുനിന്നും അന്നന്ന് എല്ലാ ദിവസവും ജോലി ചെയ്യും. എല്ലാ ദിവസവും. ജോലി സമയം 7 മണി മുതൽ 1 മണി വരെ. ക്ലീൻ കേരള പദ്ധതി പ്രകാരം ഖരമാലിന്യ പ്ലാന്റിന്റെ നിർമ്മാണം പൂർത്തീകരണ ഘട്ടത്തിലാണ്. അലാമപ്പള്ളിയിൽ നിർമ്മാണ ഘട്ടത്തിലിരിക്കുന്ന ബസ് ടെർമിനൽ കം കൊമേഴ്സ്യൽ കോംപ്ലക്സ് ആണിത്. 3 നിലകളിലായി 210 കച്ചവട മുറികളുള്ള 5 കൊമേഴ്സ്യൽ ബ്ലോക്കുകളും കംഫർട്ട് സ്റ്റേഷൻ, പോലീസ് എയ്ഡ് പോസ്റ്റ്, വിശ്രമമുറികൾ,
ബസ് പാർക്കിംഗ് യാർഡ് എന്നിവയടക്കമുള്ള ഇരുനില ടെർമിനൽ ബ്ലോക്കുമാണ്